അശ്വമേധം യാത്ര തുടങ്ങിയത് മുതൽ ഈ ദൃശ്യങ്ങൾ അതിസാഹസികമായ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളുണ്ട്. ആ വീഡിയോ ജേർണലിസ്റ്റുകളെ കൂടി പരിചയപ്പെടുത്തണം. ഇന്നലെ ധാരാളം കമന്റുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം ഒന്ന് പരിചയപ്പെടുത്തിയേ. പക്ഷേ ഒരു പ്രശ്നം, ഇവരുടെ 3 പേരുടെയും കയ്യിൽ ക്യാമറയുണ്ട്. അപ്പം പരസ്പരം പരിചയപ്പെടുത്തിയാൽ മതിയോ? റൈറ്റ്, നമുക്ക് കൂടി തുടങ്ങാം. അതാണ് പേരും ഡീറ്റെയിൽസും കൃത്യമായി പറയണം. ഹണി തങ്കപ്പൻ. ഹണി തങ്കപ്പൻ. സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി. ആള് പേര് പോലെ തന്നെയാണ്, തേനൊഴുകുന്ന സ്വഭാവമാണ്. ഹണി തങ്കപ്പൻ കൊല്ലമാണ് സ്വദേശം. കൊല്ലത്ത് എവിടെയാ? കരുനാഗപ്പള്ളി. ഉഷാറാണ്, നല്ല കുതിരയേക്കാൾ വേഗത്തിൽ ക്യാമറയുമായിട്ട് മൂവ് ചെയ്യും. താങ്ക് യു ഹണി. അടുത്തയാൾ വന്നോട്ടെ. പറഞ്ഞോട്ടെ പേര്. പ്രവീണിനെ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും. തിരുവനന്തപുരത്തും ഒക്കെ സജീവമായിട്ട് ക്യാമറ ചലിപ്പിച്ചുകൊണ്ട് നടന്ന ആളാണ്. റിപ്പോർട്ടർമാരെക്കാൾ കൂടുതൽ നന്നായിട്ട് രാഷ്ട്രീയം അറിയാവുന്ന കക്ഷിയാണ് പ്രവീൺ. താങ്ക് യു പ്രവീൺ. ഓക്കെ, അടുത്തയാൾ ക്യാമറ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ക്യാമറയോടൊപ്പം. ബിപിൻ കുമാർ ഇത് ആകെ വിയർത്തൊലിച്ച്, അത് ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ക്യാമറ അല്ലാതെ മെയ്യനങ്ങി പണിയെടുത്തിട്ടില്ല. പക്ഷെ അശ്വമേധം കഴിഞ്ഞപ്പോഴേക്കും നോക്കൂ, കിലോ എത്ര കുറഞ്ഞു നോക്കിയില്ല. ഒരു 3 കിലോ ശരാശരി കുറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, എൻജോയ് ചെയ്യുന്നില്ലേ? മനസ്സിൽ പറഞ്ഞെന്താ എനിക്കറിയാം. റൈറ്റ്, എന്താ അവസ്ഥ പറഞ്ഞാടെ? വിഷ്ണു നമ്മുടെ ക്യാമറ സംഘത്തിലുള്ള ആളാണ്. മാത്രമല്ല വളരെ സജീവമായിട്ട് വണ്ടിയുടെ ഉള്ളിലും പുറത്തും ഒക്കെ ഇരുന്നിട്ടാണ് ഈ ക്യാമറ ഫ്രെയിമുകൾ എത്തിക്കുന്നത്. കാരണം ഇതൊരു തത്സമയ പരിപാടിയാണ്. സാധാരണ രീതിയിൽ കഴിഞ്ഞ തവണ നമ്മൾ അശ്വമേധത്തിന്റെ ആദ്യത്തെ എഡിഷനുമായി വരുമ്പോൾ അത് റെക്കോർഡഡ് പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതിൽ എഡിറ്റിങ്ങിനുള്ള സമയമുണ്ട്. മാത്രമല്ല ഈ ഗ്യാപ്പുകൾ, ഡിലേ ഒക്കെ നമുക്ക് ഒഴിവാക്കാം. മാത്രമല്ല ഈ കുതിര എങ്ങോട്ട് പോകുന്നു നമുക്ക് പറയാൻ കഴിയില്ല പലപ്പോഴും. പക്ഷേ അപ്പോൾ അതിനെയൊക്കെ ആ ടൈം ഡിലേ ഒക്കെ മാറ്റി ക്യാമറ കൃത്യമായി ഞാൻ എങ്ങോട്ട് പോകുന്നു, കുതിര എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ അറിഞ്ഞ് സഞ്ചരിക്കുന്ന ആളാണ് വിഷ്ണു. ചലഞ്ചിങ് ആയിരുന്നോ? ഇനി നമുക്ക് ഒരാൾ കൂടിയുണ്ട്. ഹലോ, യെസ്, വളരെ നിശബ്ദരായ പോരാളിയാണ്. നിശബ്ദരായ പോരാളിയുടെ മുഴുവൻ പേര് ഞാൻ പറയും, എനിക്ക് ഇൻഷിലേറ്റ് പോകും. ജിബീഷ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ നമ്മുടെ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് സജീവമായിരുന്നു ജിബീഷ് അല്ലെ? അപ്പൊ ജിബീഷും ഹാപ്പിയാണ്. അപ്പൊ ഇന്നു മുതൽ നമ്മുടെ സംഘത്തിൽ കൂടുതൽ ഉഷാറായിട്ടുണ്ടാവും ജിബീഷ്. ഓക്കെ, ദെൻ ഹായ് ഷബീർ നമ്മുടെ യാത്രയുടെ തുടക്കം മുതലുണ്ട്. ഷബീറാണ് മനോഹരമായ ചില ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ഈ ഓഡിയൻസിന്റെ ദൃശ്യങ്ങളും ഒക്കെ പകർത്തുന്നത്. പലപ്പോഴും നമ്മൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത് ടെൻഷൻ ആവാറുണ്ട്. വൈകുന്നേരത്തെ കുരുക്ഷേത്രത്തിന്റെ സമയത്ത് വിഷ്ണു നല്ല ടെൻഷനാണ് അല്ലെ? ടെൻഷൻ അടി നടക്കുമെന്നുള്ളതുണ്ട്. ഇന്നലെ അടി പൊട്ടിയെന്ന് കരുതി ആ സമയത്ത് വിഷു നമ്മളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും, തുടരുത് എന്നുള്ള രീതിയിൽ. ഓക്കെ, താങ്ക് യു വിഷ്ണു. ഓക്കെ, അപ്പോ ഇനിയുള്ള ആളുകളെ കൂടി നമുക്ക് പരിചയപ്പെടുത്താം. നമ്മുടെ ഓഡിയോയിലുള്ള ആളുകളുണ്ട് ധാരാളം. ഓക്കെ, ഓഡിയോ അല്ല, ക്യാമറ, കോഴിക്കോട് ക്യാമറ. പരിചയപ്പെടുത്തിക്കോ. അപ്പൊ ആ പേര് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഈ പേരിൽ ഇങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒളവണ്ണ എന്ന് അറിയപ്പെടുന്ന ബിനീഷ് ഒളവണ്ണ, നമ്മുടെ സ്വന്തം കോഴിക്കോടിന്റെ ബിനീഷ് ഒളവണ്ണയാണ്. മനോഹരമായ ദൃശ്യങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് എത്തിക്കുന്ന ആളാണ്. ഇനി നമ്മളുടെ പരിചയപ്പെടുത്തിക്കോ. സുഖിലേഷ് ഡ്രൈവറാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കോഴിക്കോടിന്റെ പൈലറ്റാണ്. കോഴിക്കോട് വാഹനങ്ങളൊക്കെ അതിവേഗം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഇനി നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട്. പിന്നെ എന്റെ ഒരു പൈലറ്റിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ഞാൻ സഞ്ചരിക്കുന്നത് കുതിരപ്പുറത്താണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കുതിരയ്ക്ക് കയറുന്നതിന് മുൻപ് എന്നെ കൊണ്ടു നടക്കുന്നത് ഇദ്ദേഹമാണ്, ഷിനോജാണ് ഞങ്ങളുടെ ആസ്ഥാന പൈലറ്റ്. അപ്പൊ ഷിനോജാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി. ഷിനോജ് ഉഷാറല്ലേ? ഉഷാറാണ്. അപ്പൊ ഷിനോജിന്റെ വൈഫും കൂടെ പോകാൻ ആലപ്പുഴയാണെന്ന് തോന്നുന്നു. ആലപ്പുഴ. അവരൊക്കെ ഹാപ്പിയല്ലേ? ഹാപ്പിയാ. ഈ വൈകുന്നേരം അടിമുട്ട് കാണുമ്പോൾ ഭാര്യയ്ക്ക് ചില ടെൻഷൻ ഉണ്ട്. അത് കഴിയുമ്പോൾ ഒരു കോള് വരും, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലോ മനുഷ്യ എന്ന രീതി. താങ്ക് യു. പിന്നെ നമ്മുടെ പ്രദീപുണ്ട്. നമ്മുടെ എൻറ്റയർ ടീം പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നമ്മുടെ പ്രദീപാണ്. ഷോ പ്രൊഡ്യൂസറാണ്. പ്രദീപ് ക്യാമറാമാനാണ്. പ്രദീപ് ഒരു ഫിലിം അടുത്ത കാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തു, ഡയറക്ട് ചെയ്തു. എന്തായിരുന്നു അതിന്റെ പേര്? കുറച്ചു മുമ്പായിരുന്നു. ബോംബെയിൽ പോയിരുന്നു. അത് ഒരു ഇന്ത്യൻ പനോരമ അവാർഡ് കിട്ടി. അപ്പൊ ചെറിയ പുള്ളിയല്ല. മാത്രമല്ല നമ്മളുടെ ടീമിലുള്ള അജി പുഷ്കർ ആണെങ്കിലും പ്രദീപ് ആണെങ്കിലും നമ്മുടെ ടീമിലുള്ള ഒരു ക്യാമറ സംഘമുണ്ട്. പ്രേക്ഷകരെ നമ്മള് ഫ്ലവേഴ്സിൽ, ഫ്ലവേഴ്സ് അല്ലെ, മഴവിൽ, ഏഷ്യാനെറ്റ്, അങ്ങനെ ഒട്ടുമിക്കവാറും എല്ലാ ചാനലുകളിലും തങ്ങളുടെ പ്രാഗൽഭ്യവും പ്രതിഭയൊക്കെ തെളിയിച്ചു വന്ന ആൾക്കാരാണ്. ഇവരാണ് ഈ ദൃശ്യ മികവ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ചില പ്രേക്ഷകരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ക്ലാരിറ്റിയുള്ള വിഷ്വൽസിന്റെ കാരണം അതൊന്ന് ടെക്നോളജിയാണ്, അത് HD. രണ്ടാമത്തത് ഇതേപോലുള്ള ക്യാമറാമാൻമാർ, നമ്മുടെ ഓഡിയോ സിസ്റ്റവും നമ്മുടെ സാങ്കേതിക വിഭാഗവും ഒക്കെ വളരെ കിടുവാണ്, മുറ്റിയ ടീമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് പോവാം അല്ലെ? അപ്പൊ പ്രദീപ് നടന്ന് ക്ഷീണിച്ചു. ഇന്നലെ 3.5 കിലോമീറ്ററാണ് പ്രദീപ് നടന്നത്. ഒരു മുട്ടപ്പത്തിന് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതിനെ കൊടുത്തില്ല. അപ്പൊ നമുക്ക് ഇന്ന് വാങ്ങിച്ചു തരാം. ഓക്കെ, താങ്ക് യു.